ിക്കൊണ്ട് ഹാജിമാർ അറഫയിൽ കഴിഞ്ഞുകൂടുമ്പോ ലോകത്തുള്ള മറ്റുള്ള വിശ്വാസികൾക്കും അള്ളാഹു പാപം പുറപ്പിക്കുവാനുള്ള വല്ലാത്തൊരു ഗോൾഡൻ ചാൻസ് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഒരു സുന്നത്ത് നോമ്പ്. ഹജ്ജ് മാസം 9 അഥവാ നിങ്ങളുടെ യൗമ അറഫയിൽ നിങ്ങളൊരു നോമ്പ് അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു കിട്ടും. അറഫയിൽ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളുമാണ് പൊറുക്കുന്നത്. അവിടെ എത്താത്ത നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈ മാഫിറത്ത്, ഈ മർഹമത്ത്, ഈ കാരുണ്യത്തിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നൽകുന്നു. ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് 2 വർഷത്തെ പാപം പുറത്തു കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം വരാനിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ച. അടുത്ത ഇതേ ദിവസം അത് മറന്നു പോകരുത്, അത് നാശമാക്കുകയും ചെയ്യരുത്. അള്ളാഹുവിന്റെ മതം ഞാൻ ആവർത്തിക്കട്ടെ, പ്രാക്ടിക്കൽ അല്ലാത്തൊരു നിയമം അള്ളാഹു പറയില്ല. ആചരിക്കാനാവാത്തൊരു നിയമം അള്ളാഹുവിന്റെ മതത്തിൽ ഉണ്ടാവുകയില്ല. ആളുകൾ കടത്തിക്കൂട്ടുന്ന പുതിയ പദങ്ങൾ, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കൽ, ആ സമയത്ത് അവിടെ ഹാജിമാർ നിൽക്കുമ്പോൾ ഈ സമയത്ത് ഇവിടെ നോമ്പ് നിൽക്കണം എന്നൊന്നും ഹദീസിലില്ല. അത് പ്രാക്ടിക്കൽ അല്ല. ലോകത്ത് സൗദി അറേബ്യ നിലകൊള്ളുന്ന ഭൂമിയുടെ ഒരു ഭാഗം പകലാകുമ്പോൾ അതിന്റെ എതിർഭാഗം കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എങ്ങനെയാണ് അവർക്ക് ഹാജിമാർ അറഫയിലുള്ള സന്ദർഭത്തിൽ നോമ്പ് നിൽക്കണമെന്ന് അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രാവർത്തികമാക്കാനാവുക? അള്ളാഹുവാണ് നിയമം ഉണ്ടാക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് അത് കാണിച്ചു തന്നത്. ഞാൻ